എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിക്കും. ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുവരെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾ അക്ഷയ വഴിയോ മറ്റോ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു തൊട്ടടുത്തുള്ള സ്കൂൾ വഴി ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പറാണ് യൂസർ നെയിം. ആ ഒരു മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും, അതുപോലെ അവിടെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം കൂടി നൽകിയ ശേഷം, അത് ഇംഗ്ലീഷ് അക്ഷരം എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ആ ഒരു ലിങ്ക്, അതായത് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൂടി നൽകിയ ശേഷം നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ജസ്റ്റ് അവിടെ റിഫ്രഷ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ അത് ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാകുന്നത് അത് കറക്റ്റായിട്ട് നൽകി ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് കിട്ടിയത്, ഏത് സ്കൂളിൽ, എത്രാമത്തെ ഓപ്ഷൻ എന്നിവ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഏത് കോഴ്സിലാണ് കിട്ടിയത് എന്നുള്ളതും കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോപ്പപ്പ് വിൻഡോ ആയിട്ടാണ് കാണുക. പോപ്പപ്പ് വിൻഡോയിൽ നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, ഏത് സ്കൂളിലാണ്, ഏത് കോഴ്സിലാണ് കിട്ടിയത് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഉണ്ടാകും. നിങ്ങൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ അടങ്ങിയുള്ള സബ്ജക്റ്റാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങളോട് അഡീഷണൽ മാത്സ് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു കോഴ്സ് കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ് ഈ ഒരു അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.